അത് ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ അങ്ങനെ ഒരു മെസ്സേജ് വരിക പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കൈയും കാലൊക്കെ ഇറക്കാൻ തുടങ്ങിയത് ആ സമയത്ത്. സൂപ്പർ ലീഗ് കേരള മുന്നോട്ട് പോകുമ്പോൾ കണ്ണൂരിലാണ് ഇന്നത്തെ കളി. കണ്ണൂർ വാരിയേഴ്സും തൃശ്ശൂരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. സൂപ്പർ ലീഗ് എത്രമാത്രം കേരളത്തിലെ താരങ്ങൾക്ക് വലിയ കരുത്ത് പകരുന്നുണ്ട്, ഊർജം പകരുന്നുണ്ട്, വലിയ സ്വപ്നങ്ങൾ കാണാൻ അവരെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണം, അതിൻ്റെ ഒരു പ്രതീകം ഇന്ന് നമുക്കൊപ്പം ചേരുകയാണ്. കമാലുദ്ദീൻ്റെ പേര് നമ്മളിങ്ങനെ ഓർത്തത്, തൃശ്ശൂരിൻ്റെ ഗോൾ കീപ്പർ കമാലുദ്ദീൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ തന്നെ പല കുറി പറഞ്ഞിട്ടുണ്ട്. കമാൽ ഇന്ന് നമുക്കൊപ്പം നിൽക്കുന്നത് കണ്ണൂരിൽ നിന്ന് കമാൽ കൊൽക്കത്തയ്ക്ക് പറക്കുകയാണ്. ഇന്ത്യ അണ്ടർ-23 ടീമിന്റെ സാധ്യത ലിസ്റ്റിൽ അവിടെ ക്യാമ്പിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് കമാൽ, കാരണം വലിയ സന്തോഷം തോന്നി കേട്ടോ. അപ്പം എന്താണ് സൂപ്പർ ലീഗ് തന്നെയാണ് കമാലിന്റെ സ്വപ്നങ്ങൾ അത് നിറം തന്നത്? കാരണം നമുക്ക് നിലവിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പെട്ടെന്ന് ഇവിടുന്ന് ഒരു കോൾ വന്നത്. പിന്നെ ഇവിടെ വന്നു, കോച്ചസ് ആയാലും മാനേജ്മെന്റ് ആയാലും എന്നെ വിശ്വസിച്ചിക്ക് ചാൻസ് വന്നു. അപ്പോൾ ആ ചാൻസ് പ്രൂവ് ചെയ്യാൻ പറ്റിയപ്പോൾ ഇങ്ങനെ ഒരു കോൾ വന്നു. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഇതുവരെ ഇപ്പം നിലവിലേക്ക് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഈ കാര്യത്തിലൊക്കെ. സാധ്യതാ പട്ടിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ടീമിലേക്കുള്ള ചവിട്ടുപടിയാണ്, തൊട്ടരികെ നിൽക്കുകയാണ് ഇന്ത്യൻ ടീമിന്റെ. അത് കമാലിന് എത്രമാത്രം വലിയ സന്തോഷം നൽകുന്നുണ്ട്? അതിപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊക്കെ അറിയില്ല. കാരണം ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു കോളോ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് അറിയുമ്പോൾ തന്നെ നമുക്ക് അത് ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ അങ്ങനെ ഒരു മെസ്സേജ് വരിക പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കൈയും കാലൊക്കെ ഇറക്കാൻ തുടങ്ങിയത് ആ സമയത്ത്. പിന്നെ എല്ലാം ഉഷാറായി, കുഴപ്പമൊന്നുമില്ല. അറിയിച്ചതാ ഞാൻ ആ പേജ് കണ്ടപ്പോൾ തന്നെ അറിഞ്ഞത്. പിന്നെ ഒരു കൂട്ടുകാരെ അയച്ചെന്നാ, ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടി കയറുമ്പോൾ ഒരുത്ത് അയച്ചേന്ന്. ഇവിടെ ഉള്ളതന്നെ, കണ്ണൂരിലല്ലേ, ആരോമൽ എന്ന് പറയും. അവ അങ്ങനെ അയച്ചു തന്നു. ഡൈ തന്നെയാണോ ചോദിച്ചു. അവ പറഞ്ഞു ആടാ ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പം ഉണ്ടായൊരു ഷോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഉഷാറായി. വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? വാപ്പ വൻ ഹാപ്പിയിലാണല്ലോ, കാരണം വാപ്പ എപ്പോഴും കമാലിന്റെ കളി വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? ഉപ്പാക്കായാലും ഉമ്മാക്കായാലും ഫാമിലി ഫസ്റ്റ് തൊട്ടേ ഭയങ്കര സപ്പോർട്ടാണ്. ഡിക്കയും താത്തയും അളിയനും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ കുറേ സാറുമാരുണ്ട്, കോളേജിലെ സാറുമാരിൻ്റെ സ്കൂളിലത്തെ സാറിൻ്റെ ചെറുപ്പം തൊട്ട് പഠിപ്പിച്ച അനീഫ് സാറ്, അങ്ങനെ നാട്ടിലത്തെ ക്ലബ്ബുകളും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറേ പേരുണ്ട്, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ അത് കമൻ്റ് ആയിട്ട് നോക്കിയാൽ മൊത്തം എൻ്റെ പേരിൽ അങ്ങനെ കുറേ ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ ഭയങ്കര അധികം സന്തോഷമായി, അവർക്കും ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഇനി എന്താ അവസ്ഥ അറിയില്ല, പോയോക്കണം അത് കഴിഞ്ഞിട്ട്. അങ്ങനെ കമാൽ ഫസ്റ്റ് കളി കമാലിനെ ഞങ്ങൾ കണ്ടത് മലപ്പുറത്തുനിന്നാണ്. അന്ന് റോയ് കൃഷ്ണ ഒരു പെനാൽറ്റി ഗോൾ നേടി തൃശ്ശൂർ തോറ്റപ്പോഴും നമ്മൾ മീഡിയ വണ്ണിനെ ഞങ്ങളെ സഹപ്രവർത്തകർ ആ മത്സരം റിവ്യൂ ചെയ്തത് കമാൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് കമാലിനെ കുറിച്ചാണ്, കമാലിന്റെ വരവിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അതെ, അന്ന് നിങ്ങൾ പറയണ്ടായി എന്റെ സൗണ്ടിനെ കുറിച്ചൊക്കെ പറയണ്ടായി. അത് വെച്ച് കുറെ ആൾക്കാരൊക്കെ പിന്നെ കളിയാക്കലൊക്കെ ഉണ്ടായി. കൂട്ടുകാരനെ മെസ്സേജ് പറയും അത് അമ്മക്കെല്ലാം അറിയുള്ളൂ പറയും. അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറെ. പക്ഷെ അന്ന് നമ്മളെ റിവ്യൂ നടത്തിയത് കറക്റ്റാണ്. കമാലിനെ ശ്രദ്ധിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. കമാലിനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ. അതെ, അത് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഇതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അവിടെ കൂടിയും പോയിട്ട് അത് പ്രൂവ് ചെയ്ത് അവരെ മുന്നിലൊന്ന് എത്തിപ്പെടാൻ പറ്റിയപ്പോൾ ഞാൻ അത് പ്രൂവ് ചെയ്ത് മേലേക്ക് പോകണം. വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ഉണ്ട്, അവരൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കണം. എല്ലാം ഉഷാറാവണം എന്ന് വിചാരിക്കണേ. റെഡിയാവും ഇൻഷാല്ലാ. കമാല് 4 മത്സരങ്ങൾ ഇതുവരെ, കണ്ണൂരിലെ മത്സരം കൂട്ടിയിട്ടില്ല, 4 മത്സരങ്ങൾ ഒരേ ഒരു ഗോളാണ് ആകെ വഴങ്ങിയത്. അതും ഒരു പെനാൽറ്റി ഗോളാണെന്ന് ഓർക്കണം. ബാക്കിയുള്ള ഒരൊറ്റ മത്സരത്തിൽ പോലും എതിരാളികൾക്ക് ഒരു ചാൻസും കമാൽ കൊടുത്തിട്ടില്ല. കമാൽ മാത്രമല്ല, തൃശ്ശൂരിന്റെ പ്രതിരോധം ആടി ഉലയാതെ നിൽക്കുകയാണ്. ഇനി എങ്ങാനും കടന്നു വന്നാൽ അവിടെ കമാലുണ്ട്. ഓക്കെ, കമാൽ എങ്ങനെയാണ് നിങ്ങളുടെ ടീമിന്റെ ഒരു സ്ട്രെങ്ത് ലാസ്റ്റ് ബാക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ? ഡിഫൻസ് നമ്മളെ ടീമിന്റെ എല്ലാ ക്ലബ്ബുകാർക്കും അറിയാം, നമ്മുടെ ടീമിന്റെ ഡിഫൻസ് ആണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ്. കാരണം ഓൾ ടീം ഗുഡാണ്, കാരണം കോച്ചിന്റെ സ്ട്രാറ്റജി ആയാലും എല്ലാതും അടിപൊളിയാണ് ടീം പറഞ്ഞാൽ. പക്ഷെ ഡിഫൻസ് കുറച്ചും കൂടി സ്ട്രോങ്ങാണ്. അതായത് നിലവിൽ ഇപ്പോൾ ഇതുവരെയുള്ളതിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ ഡിഫൻസിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അവരുള്ള കാര്യമാണ് ഇത്രയും ഇതിൽ നന്നായി നിൽക്കാൻ പറ്റുന്നത്. ഭയങ്കര വിശ്വാസം കാര്യങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെ പോകണം എന്ന് വിചാരിക്കണേ. എല്ലാം റെഡിയാവും. 1-2 കാര്യം കൂടി, അതായത് കമാൽ ഇപ്പോൾ 21 വയസ്സ്, പിറന്നാളെ അടുത്തായിരുന്നു. അതെ, ഇപ്പോൾ നിങ്ങളെ ഒക്ടോബർ 9-ാം തീയതി ആയിരുന്നു പെരുന്നാൾ. അപ്പോൾ അത് കഴിഞ്ഞു, ഇപ്പോൾ അതൊരു മാസം ആവണ്. അതെ, ഇന്നിപ്പോ 7-ാം തീയതി അല്ലേ, 2 ദിവസം കൂടി കഴിഞ്ഞ ഒരു മാസമായി കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഇന്ത്യൻ ടീമിലേക്കുള്ള ആരാണ് റോൾ മോഡൽ ആയിട്ടുള്ള ഒരു കീപ്പർ ആരാണ്? അങ്ങനെ വെച്ചാ പ്ലേയേഴ്സിനെ ആരെയും താഴ്ത്തി കാണുന്നില്ല, കാരണം എല്ലാവരും ഒരേ ക്വാളിറ്റി ഉള്ളവരാ. നമുക്കറിയാം ലോക ഫുട്ബോളിൽ ഒലിവർ ഖാൻ ഉണ്ടായിട്ടുണ്ട്, ലൂയിസ് ഷിലാവർട്ട് ഉണ്ടായിട്ടുണ്ട്,
ഒപ്പം നമ്മുടെ എമിലിയാനോ മാർട്ടിനസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അറിയില്ല, പക്ഷെ എൻ്റെ റോൾ മോഡൽ പറഞ്ഞാൽ പിക്ഫോർഡ്. കാരണം ആളെ മൈൻഡ് സെറ്റ് അടിപൊളിയാണ്. ആ ഗോൾ വീണാലും ആളെ അറിയാത്ത പോലെ നിൽക്കും, വീണ്ടും അടുത്ത ബോളിൽ നിൽക്കും. അതുപോലെ ആവണം, അങ്ങനത്തെ മൈൻഡാണ്. ബോട്ടിൽ അല്ലേ, ബോട്ടിലിൽ രഹസ്യങ്ങൾ എഴുതി വെച്ച പെനാൽറ്റിക്ക് ബോട്ടിൽ എഴുതി വെക്കണ അങ്ങനത്തെ ടിക്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും അതിന്റെ മുന്നേ മാച്ചസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് അങ്ങനെ പോക്കുണ്ട്. അങ്ങനത്തെ ഇതിക്ക് എത്തണം, നോക്കട്ടെ ഇൻഷാല്ലാ. കമാൽ, വലിയ സന്തോഷം കേട്ടോ, വലിയ അഭിമാനം കമാലിനെ ഓർത്ത്. കാരണം ഞങ്ങൾ ഈ തുടങ്ങുന്ന സമയത്ത് സൂപ്പർ ലീഗിനെ കുറിച്ച് പറയുമ്പോഴേ കേരളത്തിലെ ആളുകൾക്ക് സ്വപ്നം കാണാനും അവർക്ക് വലിയ വലിയ ജേഴ്സികളിലേക്ക് പോകാനും ഒക്കെ കഴിയട്ടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അതിൻ്റെ പടിവാതിക്കലേക്ക് പോവുകയാണ്. സാധ്യതാ പട്ടികയിലാണ്. സാധ്യതാ പട്ടികയിൽ നിന്ന് ഇന്ത്യൻ ടീമിന്റെ കുപ്പായത്തിലേക്ക് കമാൽ വരും. ഞങ്ങൾ കമാലിനെ കാണും, കമാലിന്റെ കളി ആസ്വദിക്കും, ഞങ്ങളൊപ്പം ഉണ്ടാകും. താങ്ക് യു കമാൽ, ഗംഭീരമാവട്ടെ. ഇനിയും ഏറെ മുന്നോട്ട് പോകാൻ കമാലിന് സാധിക്കട്ടെ. അപ്പൊ നാളെ പറക്കുവാണ് നമ്മള്. അതെ, രാവിലെ 10 മണിക്ക്. അതെ. അപ്പൊ ഗംഭീരമാവട്ടെ. താങ്ക് യു. അപ്പൊ കമാലാണ് നമ്മളോട് സംസാരിച്ചത്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞില്ലേ, സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം ഇതാ, കമാലാണ്. ഷാനു ചെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.